എൻ്റെ ലൈഫ് എനിക്ക് രണ്ട് ചോയ്സസ് തന്നു. ഒന്നെൻ്റെ മാനിഫെസ്റ്റേഷൻ, മറ്റേതിൻ്റെ ഡെസ്റ്റിനി. ഇതെന്താ ഇവൻ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് തോന്നുന്നുണ്ടോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞുതരാം. എനിക്കെന്നെ എപ്പോഴാണ് മനസ്സിലായത്. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഡെസ്റ്റിനിയോ, നമുക്കിവിടെ എന്താണോ എഴുതിയിരിക്കുന്നത് അത് മാത്രം കിട്ടുന്നത്. ഇത് രണ്ടിൻ്റെ ഇടയിലുണ്ടായ കൺഫ്യൂഷനാണ് എൻ്റെ ജീവിതം. എൻ്റെ കഥ 200 കൊല്ലങ്ങൾക്ക് മുൻപാണ് തുടങ്ങിയത്. എന്നെ മുതുമുത്തശ്ശന്റെ മുത്തശ്ശനായ പൂർത്തി ഗോദാവരി ജില്ലയിൽ നിന്നും ഹൈദരാബാദിലെത്തി ഒരു ചെറിയ ചായക്കട തുടങ്ങി. കട ചെറുതായിരുന്നെങ്കിലും ആ ചായയുടെ മണം അന്ന് ഹൈദരാബാദിന്റെ നവാബായിരുന്ന മുഹമ്മദ് അലി ഖാന്റെ അടുത്ത് വരെ എത്തി. അത്ര തന്നെ, എന്റെ മുത്തശ്ശനെ കൊണ്ടുപോയി അദ്ദേഹം ജോലിക്ക് നിർത്തി. ആ നവാബ് ദേഷ്യത്തിലാണെങ്കിലും സങ്കടത്തിലാണെങ്കിലും എന്റെ മുത്തശ്ശൻ കൊടുക്കുന്ന ചായ കുടിച്ചാൽ മതി, എല്ലാം മറക്കുമായിരുന്നു. ആ നവാബ് പിന്നീട് ഈ രാജ്യം വിട്ടു പോകുന്ന സമയത്ത് എന്റെ മുത്തശ്ശനോടുള്ള ബഹുമാനം കൊണ്ട് ഇവിടുത്തെ ചില സ്ഥലങ്ങളൊക്കെ എഴുതി വെച്ചു. നമ്മുടെ ഹൈദരാബാദ് റിയൽ എസ്റ്റേറ്റിനെ പറ്റി നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ ആ സ്ഥലത്തിന്റെ വില എത്രയോ കോടികളാണ്. കോടി എന്ന് പറയുമ്പോൾ അദാനി അംബാനി ലെവലൊന്നും ചിന്തിക്കണ്ട. കാരണം എന്റെ കയ്യിലിപ്പോൾ ഉള്ളത് ആ ചായക്കട മാത്രമാണ്. എന്റെ മുത്തശ്ശന് 2 മക്കളായിരുന്നു. ഒരാൾ എന്റെ അച്ഛൻ, ഒരാൾ എന്റെ വല്യച്ഛൻ. സ്വത്തുക്കള് ഭാഗം വെക്കുമ്പോ എന്റെ അച്ഛൻ ഈ വംശത്തിൽ തെളിയിക്കാൻ വേണ്ടി ആ ചായക്കട മാത്രം മതിയെന്നാണ് അവരോട് പറഞ്ഞത്. ഇതാണ് പറ്റിയ ചാൻസ് എന്ന് പറഞ്ഞ് വലിയച്ഛൻ ബാക്കിയുള്ളതൊക്കെ എഴുതി മേടിച്ചു. ചായക്കട ഉണ്ടായിരുന്ന മുത്തശ്ശൻ റിച്ചായിട്ട് തന്നെയാണ് ജീവിച്ചത്. പക്ഷെ റിച്ചായിട്ട് കഴിയേണ്ടിയിരുന്ന ഞാൻ ആ ചായക്കട മാത്രം കയ്യിൽ വെച്ചോണ്ടിരിക്കുക. അതാണ് ഈ നവാബ് കേഫ്. മതി മതി, നിന്റെ സീമന്തപുത്രൻ രാത്രിയിൽ എപ്പോഴാ എത്തിയേ? അവനാണെങ്കിൽ മാറാൻ തയ്യാറല്ല, നീ ആണെങ്കിൽ അവനോടൊന്നും പറയുന്നുമില്ല. എന്തൊരു ജീവിതം ഇതൊക്കെ. രംഗനാഥ് ഭായ് കഫേയിലോട്ട് പോകുന്നു. നമുക്ക് 10 മിനിറ്റിനകം അവിടെ എത്താം. നോക്ക്, പാൽപാത്രമൊക്കെ മുകളിലേക്ക് എടുത്തു. ശരി ഏട്ടാ.